ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1. നമുക്കൊക്കെ എന്തായാലും നഖം വെട്ടണം എന്നുണ്ടെങ്കിൽ ഈ നെയിൽ കട്ടർ വേണം. ഈ നെയിൽ കട്ടർ കൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടി നെയിൽ കട്ടറിന്റെ മൂർച്ച കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും. അങ്ങനെ മൂർച്ച പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് നഖം വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിക്കാരം. ഈ നെയിൽ കട്ടറിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അലൂമിനിയം മെഡിസിൻ സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. മെഡിസിൻസ് ഒക്കെ തീർന്നിട്ടുള്ള ഒരു സ്ട്രിപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നഖം മുറിക്കണ പോലെ തന്നെ ഈ സ്ട്രിപ്പിന്റെ എഡ്ജ് ഭാഗത്ത് നെയിൽ കട്ടർ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ടായിട്ട് വരും. ഇങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ നെയിൽ കട്ടറിന്റെ മൂർച്ച കൂടും. എത്രത്തോളം ഇങ്ങനെ കട്ട് ചെയ്യണോ അത്രത്തോളം നമ്മളെ ഈ നെയിൽ കട്ടറിന്റെ മൂർച്ച കൂട്ടാൻ കഴിയും. ആ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പൊ മൂർച്ചയില്ലാത്ത ഈ ഒരു നെയിൽ കട്ടറയും കൊണ്ടാണ് നമ്മൾ നഖം മുറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നഖം മര്യാദക്ക് ഒന്ന് കട്ടായി കിട്ടൂല. ഇനി മൂർച്ച പോയ നെയിൽ കട്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു മെത്തേഡിൽ പഴയ പോലെ തന്നെ ഷാർപ്പൻ നെയിൽ കട്ടർ ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്താണ്ട് ഈ നെയിൽ കട്ടറിന്റെ മൂർച്ച കൂടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ നെയിൽ കട്ടർ വെച്ചിട്ട് പഴയ പോലെ തന്നെ ഈസി ആയിട്ട് നഖം മുറിക്കാൻ കഴിയും. ടിപ്പ് നമ്പർ 2. ഞാനിതാ ഇവിടെ റവയുടെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. ബാക്കിയുള്ള പൊടിയാളെ പോലെ ഇങ്ങനെ കുറെ കാലമൊന്നും നിൽക്കൂല. ഇതിപ്പോ വറുക്കാത്ത റവയാണ്. ഈ റവ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഉള്ളിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഈ ടിന്നൊന്ന് സാധാ പോലെ അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്ത വറുക്കാത്ത റവയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാലം കേട് വരാതെ എടുത്തു വെക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 3. ഇതുപോലത്തെ സെറാമിക് പ്ലേറ്റ്, ബൗള്, കപ്പൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഇതുപോലത്തെ പ്ലേറ്റ്, ബൗളൊക്കെ നമ്മൾ ഡെയിലി യൂസേജിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കറൊക്കെ പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ സെറാമിക് കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചായന്റെ കറയൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പൊ ഇതുപോലത്തെ ഈ ഒരു യെല്ലോയിഷ് കളർ കറയൊക്കെ പോയി കിട്ടാൻ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് കളർ പേസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏത് കളർ പേസ്റ്റ് കൊടുക്കുക, പക്ഷെ വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാണ്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ആയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പൊ മൂന്നും കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോ കറ കളയാനുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ബ്രഷിന് പകരം നിങ്ങൾക്ക് സ്പോഞ്ചോ സ്ക്രബ്ബറോ അതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എന്തായാലും ഇതുപോലത്തെ പ്ലേറ്റിലും ബൗളിലും കപ്പിലൊക്കെ ഒന്ന് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം കറുള്ള ഭാഗം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഈ ഒരു ഇതിൻ്റെയൊക്കെ കളർ മാറി വരുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ പ്ലേറ്റും ബൗളൊക്കെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുകയാണ്. നല്ല പോലത്തെ കറയും കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഷ് വാഷും കൂടെ നമ്മൾ റെഡിയാക്കിയ മിക്സ്ചറിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഈ പ്ലേറ്റും ബൗളൊക്കെ ഞാൻ വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലും ബൗളിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കറകളൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4. ഇതുപോലത്തെ ജീൻസ് ചിലപ്പോൾ എന്തെങ്കിലും കീറലോ അതല്ലെങ്കിൽ ഈ നമ്മൾ ഈ ബെൽറ്റ് ഇടുന്ന ഈ ഒരു ഇതുണ്ടല്ലോ അത് അച്ചു പോണ പ്രശ്നമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഇത് തുന്നേണ്ട ആവശ്യം വരും.
ജീൻസ് തുന്നുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് സൂചി പൊട്ടിപ്പോണത്. ഈ ജീൻസിന്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നല്ല കട്ടിയായിരിക്കും. അപ്പം നമുക്ക് ഈ സൂചിയൊക്കെ ആ ഒരു ഭാഗത്ത് കുത്താൻ തന്നെ കഴിയൂല. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കുത്താൻ നോക്കുമ്പോഴായിരിക്കും ഈ സൂചി പൊട്ടണ പ്രോബ്ലം വരില്ലേ. ഇനി ഞാനൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞിട്ടെ, ഇങ്ങനെ സൂചി പൊട്ടിപ്പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ജീൻസ് തുന്നിയെടുക്കാനുള്ള ഒരു ഐഡിയ. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് സോപ്പ്. ഈ സൂചി ഈ സോപ്പിലൊന്ന് 3-4 വട്ടം ഇങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ജീൻസ് ഇങ്ങനെ തുന്നാനുള്ള പരിപാടി എന്തെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സൂചി നമ്മളെ ജീൻസിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും. പൊട്ടിപ്പോണ പ്രോബ്ലം ഒന്നും വരില്ല. ഇതുപോലത്തെ ജീൻസ് എന്തെങ്കിലും കാരണത്താൽ തുന്നേണ്ട ആവശ്യം ഉണ്ടായിട്ടും മടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അതായത് സൂചി പൊട്ടിപ്പോന്നൊക്കെ പേടിച്ചിട്ട് തുന്നാൻ മടിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ടിപ്പ് നമ്പർ 5. ഞാനൊരു ഹാഫ് ലെമണിലേക്ക് കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലെമൺ പേസ്റ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണേ. കുറച്ച് നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലുള്ള അണുക്കളൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ കൈ നല്ല സോഫ്റ്റ് ആവും ചെയ്യും. നഖത്തിന്റെ ഭാഗമൊക്കെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. ഇടയ്ക്കൊക്കെ കൈയൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. ഹാൻഡ് വാഷ് ഇട്ട് കഴുകണ പകരം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നഖമൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് ഒരു യെല്ലോയിഷ് കളറൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാറി നല്ല വൈറ്റിഷ് കളറായി നല്ല പോലെ ക്ലീൻ ആയി കിട്ടും. എന്നിട്ടൊരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ അതൊന്ന് കഴുകി കളയാം. ഇപ്പൊ ഇതാ ഞാൻ കൈ നല്ല പോലെ വാഷ് ചെയ്തതാണ്. നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും ആണ്. ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം. ടിപ്പ് നമ്പർ 6. ഞാനിപ്പോ ഇതാ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഈ കല്ലുപ്പ് ഇതാ ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കവർ എടുത്താൽ മതി. എന്നിട്ട് ഈ കവർ കൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു കപ്പിന്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ചു കൊടുക്കുക. ഈ ഒരു കവറും കല്ലുപ്പും മാത്രം മതി ഈ കപ്പിലെ എല്ലാ അഴുക്കും പോയി നല്ല ക്ലീൻ ആയി കിട്ടാന്. വെറുതെ സ്ക്രബ്ബറോ വാഷിംഗ് പൗഡറോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പിൽ കണ്ടില്ല, നമ്മൾ ആ ഒരു സ്റ്റിക്കറിന്റെ അടയാളം എപ്പോഴും ഉണ്ട്. ആ ഭാഗം ഒന്ന് തേച്ചു കൊടുക്കുക. ഇപ്പൊ ദാ ആ ഒരു സ്റ്റിക്കറിന്റെ അടയാളം മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട്. നല്ല പോലെ ഒന്നും കൂടെ തേച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു കറ ദാ ഫുള്ളായിട്ട് പോയി കിട്ടി. സാധാരണ വാഷിംഗ് പൗഡർ ഡിഷ് വാഷൊക്കെ വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ക്ലീൻ ആയി കിട്ടൂല. ഈ ഒരു കപ്പ് പോലെ തന്നെ ബക്കറ്റും നമുക്ക് ഈ ഒരു കല്ലുപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം. ഈ ബക്കറ്റിലും കപ്പിലൊക്കെ എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. എല്ലാം കഴിഞ്ഞ് ഞാനിതാ ഈ കപ്പ് വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തെടുത്ത് വാഷിംഗ് പൗഡറോ ലിക്വിഡോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടിപ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ടിപ്സ് ഒക്കെ ഇഷ്ടമായിക്കണേ, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.